ശരിയെന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പൊ തന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ ഇത് പലയിടത്തും പല അർത്ഥത്തിലും പലരും എടുക്കും. ചിലര് നല്ല അർത്ഥത്തിൽ എടുത്ത് മുമ്പോട്ട് പോകും. ഇപ്പൊ തന്നെ ഈ സമയം കൊണ്ട് ചിലർ ഇത് എടുത്തിട്ട് ഇതിന് ട്രോൾ ഉണ്ടാക്കിയിട്ട് ഇതിന് വേറെ 2 അർത്ഥം 3 അർത്ഥം ഒക്കെ കൊടുത്തിട്ട് വലിച്ചു നീട്ടും. ആർക്കും എന്തിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, മലയാള അക്ഷരങ്ങളല്ലേ. അപ്പൊ തമാശ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, സീരിയസ് ആയിട്ടുള്ളവർക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന പോലെ തന്നെ എടുക്കാം. ഇതാണ്. അപ്പൊ ഞാൻ അതിന് വേണ്ടി ചെയ്യുന്നില്ലെങ്കിലും എന്റേതായ ഒരു രീതിയിൽ സീരിയസ് ആയും മർമ്മം ചാലിച്ചും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അത് കോപ്രായമായിട്ട് ചിലർക്ക് തോന്നാം, ചിലർക്ക് അഭിപ്രായമായിട്ട് തോന്നാം, നന്നായിട്ട് തോന്നാം. എന്തായാലും അധികവും ഞാൻ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ഒക്കെ ഉള്ളതില് അല്ല 10-20 പേരൊക്കെയാണ് ഇതിന് നെഗറ്റീവായിട്ടും ഇത് തെറിയാണെന്നും എന്തെങ്ങനെയൊക്കെ പറയണേന്നും നിങ്ങൾക്കും അമ്മയും പെങ്ങളൊക്കെ ഇല്ലേന്നും വലിയ വലിയ സംഭവങ്ങളൊക്കെ ആക്കി എടുത്തുകൊണ്ടിരും. ആകെ 10-20 പേരെ ഉണ്ടാവുള്ളൂ, ലക്ഷങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അതിന്റെ സെൻസിൽ എടുത്തുകൊണ്ട് തമാശ. പക്ഷെ ഇവരിങ്ങനെ വലിയ സംഭവമാക്കി പറഞ്ഞു വരുമ്പോഴാവും ചിലപ്പോ ആൾക്കാർ അയ്യോ അങ്ങനെയാണോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ തോന്നിക്കും മാറ് എന്ന് പറയുന്നത്. അത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാല് ഈ പലരും ഇപ്പൊ എന്നെ പോലെയാണ്, പലരും പല ലക്ഷ്യങ്ങളുള്ളവരാ. ചിലർ ഇതിൽ കയറി നെഗറ്റീവ് അടിക്കുക, തെറി പറയാ, അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടും, അതിനു വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവര് കഷ്ടപ്പെട്ട് അവരെ അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്തിട്ടില്ലേ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഇല്ല. ഞാൻ തെറി പറഞ്ഞിട്ടും പറഞ്ഞിട്ടൊന്നല്ല, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് പണ്ടല്ല ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് അതാണ്, അതിൽ തെറ്റല്ല. ചിലര് എന്താ പറയാ ബിസിനസ് വൈരാഗ്യങ്ങൾ ഉണ്ടാവും. ഓരോ ബിസിനസ് കൂടും തോറും ശത്രുക്കൾ കൂടി വരികയാണ്. ആദ്യം സ്വർണ്ണ കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ കാര്യമായിട്ടില്ല. പിന്നെ അതിൽ കുറെ ബിസിനസ്സുകളിലേക്ക് വന്നപ്പോ ശത്രുക്കൾ ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ അങ്ങനെയുള്ളവര് എന്തുണ്ടാവും, തീർച്ചയായിട്ടും നമുക്ക് ഉമ്മ തരാനൊന്നും പോകുന്നില്ല. അവര് ശത്രുക്കൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉമ്മ തന്നില്ലെങ്കിലും സ്നേഹത്തിലായിരിക്കണം. കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണല്ലോ എന്റെ പച്ച. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നാണ്. അപ്പൊ ഉമ്മ തന്നില്ലെങ്കിലും സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, വെറുക്കാതിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. സ്നേഹിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ പല അഭിപ്രായത്തിലാണ് പലതും വരിക. അതുകൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ചിലര് ചിലപ്പോ വളരെ സീരിയസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അവര് ഡ്യുവൽ എന്താ പറയാ ഡബിൾ മീനിങ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ പറയാറുണ്ട്, സ്ത്രീകളെ ആണെങ്കിൽ അയ്യോ അങ്ങനെ വെച്ച് പറഞ്ഞപ്പോ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് അവര് എന്തോ സിൻസിയർ ആയതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിക്കാനായിട്ട് ഇടിച്ചു കയറി വരുന്നതൊക്കെ ആയിരിക്കും. ഏതായാലും കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് കുറെ വർഷങ്ങളായി പറയുന്ന ഒരാൾക്ക്